എം ഹസൻ, കോൺഗ്രസിൻ്റെ രാഷ്ട്രീയകാര്യ സമിതി അംഗം കൂടിയായ ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, വേദിയിലുള്ള KPCCയുടെ ജനറൽ സെക്രട്ടറിമാർ, സംഘടനാ ചുമതലയുള്ള ശ്രീ നെയ്യാറ്റിങ്കര സനൽ, മരിയാപുരം ശ്രീകുമാർ, വേദിക്ക് താഴെയുള്ള MA വാഹിദ്, ശ്രീമതി ലക്ഷ്മി ഉൾപ്പെടെ ഈ പ്രതിഷേധ സമരത്തിൽ പങ്കെടുക്കുന്ന എത്രയും പ്രിയപ്പെട്ട ഈ ജില്ലയിലെ എൻ്റെ സഹപ്രവർത്തകരെ, സഹോദരീ സഹോദരന്മാരെ, ഇന്ന് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഹ്വാനമനുസരിച്ച് തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിൻ്റെ മുമ്പിലും മറ്റ് ജില്ലകളിൽ ജില്ലാ കലക്ട്രേറ്റുകളുടെ മുമ്പിലും ഈ പ്രതിഷേധ ധർണകൾ നടക്കുകയാണ്. നമ്മൾ മാസങ്ങളായി ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ, ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയിൽ പങ്കാളികളായ മുഴുവൻ ആളുകളെയും അറസ്റ്റ് ചെയ്യുക, മന്ത്രി വാസവൻ രാജിവെക്കുക, ഈ മുദ്രാവാക്യം ഉയർത്തിയാണ് മാസങ്ങളായി കേരളത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സമരം നടത്തിക്കൊണ്ടിരിക്കുന്നത്. കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം എല്ലാ കാലഘട്ടങ്ങളിലും കോൺഗ്രസ് വിശ്വാസികളോടൊപ്പമാണ്. ശബരിമലയിലെ യുവതീ പ്രവേശനത്തിൻ്റെ സന്ദർഭത്തിലും വ്യക്തമായ അഭിപ്രായം രേഖപ്പെടുത്തുകയും ഭക്തജനങ്ങളുടെ വിശ്വാസങ്ങൾ സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് അന്ന് 5ഓളം മേഖലാ ജാഥകൾ നടത്തിയത് അന്ന് കോൺഗ്രസ് പാർട്ടിയാണ്. അന്ന് നടത്തിയ പദയാത്രകളിൽ ഒരു പദയാത്ര നയിച്ച് ഞാനും, രണ്ടാമത്തെ പദയാത്ര ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണനും, മൂന്നാമത്തെ പദയാത്ര ശ്രീ കൊടിക്കുന്നിൽ സുരേഷും നയിച്ചു. വാഹന പ്രചരണ ജാഥകൾ അന്ന് K. സുധാകരനും ഷാനിമോൾ ഉസ്മാനുമാണ് നടത്തിയത്. അതിനുശേഷമുണ്ടായ ഈ സ്വർണ്ണക്കൊള്ള വിഷയം വന്നപ്പോൾ 4ഓളം മേഖലാ ജാഥകൾ നടത്തുകയുണ്ടായി. മലബാറിൻ്റെ ജാഥ നയിച്ച ഞാനായിരുന്നു. ശ്രീ അടൂർ പ്രകാശും ശ്രീ കൊടിക്കുന്നിൽ സുരേഷൊക്കെ ഉൾപ്പെടെ ശ്രീ ബെന്നി ബെഹന്ന, ഞങ്ങൾ 4 പേരാണ് ആ മേഖലാ ജാഥകൾ നയിച്ചത്. ഇവിടെ വ്യക്തമായി ശബരിമലയിൽ നടന്ന സ്വർണ്ണക്കൊള്ള, ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണം മാത്രമല്ല, ഗോപുരത്തിലെ സ്വർണം അടിച്ചു മാറ്റി. എന്തിനധികം പറയുന്നു, വാതിലുകൾ പോലും ഇളക്കി മാറ്റിയാണ് സ്വർണം കട്ടത്. ഈ സ്വർണ്ണക്കൊള്ള നടത്തിയവർ ഇന്നും മാന്യന്മാരായി നടക്കുകയാണ്. ഏതാനും പേരെ ജയിലിലടച്ചു. പക്ഷേ ജയിലിലടച്ചവരൊക്കെ ഊരിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം നിയമം അനുസരിച്ച് ഒരു വ്യക്തിയെ അറസ്റ്റ് ചെയ്താൽ 3 മാസത്തിനുള്ളിൽ ചാർജ് ഷീറ്റ് സമർപ്പിക്കണം. ആ ചാർജ് ഷീറ്റിൻ്റെ ഗൗരവം അനുസരിച്ചാണ് കോടതി ജാമ്യം നൽകുക. അത് നമ്മുടെ നിയമവ്യവസ്ഥയിലുള്ള കാര്യമാണ്. ഇവിടെ ഇപ്പോൾ ജയിലിൽ കിടക്കുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റി സ്പോൺസർ എന്ന ഭാവേന വന്ന് സ്വർണം കക്കാൻ നേതൃത്വം നൽകിയ ആൾ. അതോടൊപ്പം തന്നെ ദേവസ്വം ബോർഡിൻ്റെ മുൻ പ്രസിഡൻറ്റുമാർ, പത്മകുമാറും വാസു ഉൾപ്പെടെയുള്ള മുൻ പ്രസിഡൻറ്റുമാർ, അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിരുന്ന മുരാരി ബാബു ഉൾപ്പെടെ ഈ ജയിലിൽ കിടക്കുന്ന പ്രതികളൊക്കെ ഇന്ന് സാങ്കേതികത്വത്തിൻ്റെ പേരിൽ ജാമ്യം ലഭിച്ച് പുറത്തു പോയിക്കൊണ്ടിരിക്കുക. ഇതിലാദ്യം പുറത്തിറങ്ങിയത് മുരാരി ബാബുവാണ്. 90 ദിവസം കഴിഞ്ഞിട്ട് പോലും ചാർജ് ഷീറ്റ് കൊടുത്തിട്ടില്ല. പറയുമ്പോൾ ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലാണ് ഈ കേസ് അന്വേഷണമെങ്കിലും സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ നിയോഗിച്ചപ്പോൾ അന്ന് കോൺഗ്രസ് പാർട്ടി പറഞ്ഞൊരു കാര്യമുണ്ട്. ഹൈക്കോടതിയുടെ നിയന്ത്രണത്തിലാണ് ഈ ടീമെങ്കിൽ പോലും ഇവർ മുഖ്യമന്ത്രിയുടെ കീഴിലെ ഉദ്യോഗസ്ഥന്മാരാണ്. ഒരു റിപ്പോർട്ട് കൊടുക്കേണ്ട ഹൈക്കോടതിക്കാണ്, ശരിയാ. പക്ഷേ മുഖ്യമന്ത്രിനെ കാണാനേ പാടില്ല എന്ന് കോടതി പറഞ്ഞിട്ടൊന്നുമില്ല. റിപ്പോർട്ട് ഹൈക്കോടതിക്ക് കൊടുക്കും, മുഖ്യമന്ത്രി അവർ പോയി കാണും. യഥാർത്ഥ വസ്തുത ഇവർ മുഖ്യമന്ത്രിയെ ബോധിപ്പിക്കും. മുഖ്യമന്ത്രി എന്ത് പറയും, ഇന്ന് എന്ന കാര്യങ്ങൾ ചെയ്ത് അവരെ രക്ഷിക്കാൻ നോക്കണം. അത് തന്നെയപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. സാങ്കേതികമായി പറഞ്ഞാൽ ഇവർ കോടതിയുടെ നിയന്ത്രണത്തിലാണ്. റിപ്പോർട്ട് കോടതിക്ക് മാത്രമേ കൊടുക്കാവൂ. പക്ഷേ
ഇവരാരും കേസ് അന്വേഷണം കഴിയുന്നവരെ മുഖ്യമന്ത്രിയെ കാണാൻ പാടില്ല എന്നൊന്നും നിയമത്തിലില്ല, കോടതി പറഞ്ഞിട്ടുമില്ല. ഇപ്പം ഈ ഉദ്യോഗസ്ഥന്മാർ ജയിലിൽ കിടക്കുന്നവരുടെ വസ്തുതയെല്ലാം മുഖ്യമന്ത്രിയോട് പറയുമ്പോൾ മുഖ്യമന്ത്രി നിർദ്ദേശിക്കും ഇവരെ രക്ഷിക്കാനുള്ള മാർഗം നോക്കണം. കാരണം ഇനി ഇവർ ശക്തമായിട്ടുള്ള നടപടി സ്വീകരിച്ചാലത്തെ അവസ്ഥ എന്താ? കേസ് അന്വേഷിച്ച് കഴിഞ്ഞ് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം പിരിച്ചു വിട്ട് കഴിഞ്ഞാൽ മുഖ്യമന്ത്രി കാത്തിരിക്കുന്നുണ്ട് അവർക്ക് വേണ്ട ശിക്ഷ കൊടുക്കാൻ. പിന്നെ എങ്ങനെയാണ് ഈ ഉദ്യോഗസ്ഥന്മാർ സത്യസന്ധമായിട്ട് അന്വേഷിക്കുക? അതുകൊണ്ടാണ് ഞങ്ങൾ തുടക്കം മുതൽ കോൺഗ്രസ് പാർട്ടി പറഞ്ഞത് ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ തന്നെ കേന്ദ്ര ഏജൻസി അന്വേഷിക്കണം. എന്നാൽ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം അന്വേഷിച്ചാൽ മതി എന്ന സ്റ്റാൻഡ് സംസ്ഥാനവും സ്വീകരിച്ചു. കോടതിക്കും അതിൽ കൂടുതലൊന്നും ചെയ്യാനും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ 90 ദിവസത്തിൻ്റെ മറവിൽ പ്രതികൾ രക്ഷപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇനി ഒരു 4 ദിവസം കൂടെ കഴിഞ്ഞാൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ രണ്ടാമത്തെ കേസിലും ജാമ്യം കിട്ടും. ഉണ്ണികൃഷ്ണൻ പോറ്റി ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ കേസ് എങ്ങോട്ട് പോകും? അത് കഴിഞ്ഞാൽ പത്മകുമാർ പുറത്തിറങ്ങും. അത് കഴിഞ്ഞാൽ സ്വർണം മാത്രമല്ല, കിണ്ടി വരെ വിട്ട കിണ്ടി വാസു പുറത്തിറങ്ങും. ഇവരൊക്കെ പുറത്തിറങ്ങിയാൽ പിന്നെ എന്ത് കേസ് അന്വേഷിക്കാൻ, ഏത് കേസ് അന്വേഷിക്കാൻ? പക്ഷെ ഇതിനിടയിൽ ചില കളികൾ നടക്കുന്നുണ്ട്. ഇതിൻ്റെ ഇടയിൽ നടക്കുന്ന ചില കളികൾ ചില സർക്കാരിൻ്റെ അല്ലെങ്കിൽ പിണറായി വിജയൻ്റെ പ്രീപെയ്ഡ് ചാനലുകൾ ചില ദിവസം കാലത്ത് ബ്രേക്കിംഗ് ന്യൂസുമായിട്ട് ഇറങ്ങുക. ഇന്നാളെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി കണ്ട ചിത്രം, പിന്നെ SIT അതിൻ്റെ പിന്നാലെ പോവുക. SITനെ ഏൽപ്പിച്ച എന്താ? സ്വർണ്ണക്കൊള്ള അന്വേഷിക്കാനാണ് പറഞ്ഞത്, അല്ലാതെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൂടെയുള്ളവരുടെ ഫോട്ടോൻ്റെ ചരിത്രം അന്വേഷിക്കാനല്ല. ഒരു കാര്യം ഞാൻ പറയാം, കടകംപള്ളി അറസ്റ്റ് ചെയ്യണമെന്ന് കോൺഗ്രസ് പറഞ്ഞത് ഫോട്ടോ കാണുന്നതിന് മുമ്പ് തന്നെയാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൂടെ നിൽക്കുന്ന ഫോട്ടോ കണ്ടതൊന്നല്ല കടകംപള്ളിയെ അറസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. അതിന് മുമ്പേ ഞങ്ങൾ പറഞ്ഞു. കാരണം ഇത്രയും വലിയ കൊള്ള നടക്കുമ്പോൾ മന്ത്രി അറിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ പിന്നെ ഇവിടെ മന്ത്രിയുടെ ആവശ്യം എന്താ? കടകംപള്ളി പറയുന്നത് ഞാനൊന്ന് മന്ത്രി അറിയണമെന്നില്ല, ഇതൊക്കെ ദേവസ്വം ബോർഡിൻ്റെ സ്വതന്ത്ര അധികാരമാണ്. അങ്ങനെ അധികാരമുണ്ടോ? അധികാരമുണ്ട്, സ്വതന്ത്ര അധികാരം. പക്ഷേ മന്ത്രിയുടെ മേൽനോട്ടം വേണ്ടേ? അവിടെ സ്വർണം കാണാനില്ല, അത് പറയുമ്പോൾ അത് മന്ത്രി അറിഞ്ഞിരിക്കണ്ടേ? പിന്നെ മന്ത്രിയുടെ ആവശ്യം എന്നാൽ പിന്നെ ദേവസ്വം ബോർഡ് മന്ത്രി വേണോ? ഒക്കെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് മാറ്റാൻ പോരെ? അതുകൊണ്ട് ഞങ്ങൾ പറഞ്ഞു, ഈ കൊള്ള നടത്തിയത് CPM-കാരാണെങ്കിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കൂട്ടുനിന്നുവെങ്കിൽ, ദേവസ്വം ബോർഡ് അംഗങ്ങൾ കൂട്ടുനിന്നുവെങ്കിൽ ഉറപ്പായിട്ട് മാർക്സിസ്റ്റ് പാർട്ടിയുടെ പങ്കുണ്ട്. അങ്ങനെ പങ്കുള്ളപ്പോൾ കടകംപള്ളി അറിയാതിരിക്കുമോ? അപ്പോൾ അറസ്റ്റ് പ്രക്രിയ നടക്കുകയാണെങ്കിൽ ഇവർ ചോദ്യം ചെയ്ത് SIT ചോദ്യം ചെയ്ത് കടകംപള്ളി ഉൾപ്പെടെ അറസ്റ്റ് ചെയ്ത് ചാർജ് ഷീറ്റ് കൊടുക്കണം. പിന്നെ നിങ്ങൾക്ക് പണ്ട് കാലത്ത് നടന്ന എല്ലാ കാര്യങ്ങളെക്കുറിച്ച് അന്വേഷിക്കാനാണെങ്കിൽ അത് വേറെ രീതിയിൽ അന്വേഷിച്ചോ. ഞങ്ങളിപ്പോൾ ഒരു അന്വേഷണം വേണ്ടെന്നും പറയുന്നൊന്നുമില്ല. പക്ഷെ ഇവിടെ നമ്മളെ ഒരു പാരഡി ഗാനം ഉണ്ടായിരുന്നില്ല, പോറ്റിയെ ക്ഷേത്രത്തിൽ കയറ്റിയെ സ്വർണം ചെമ്പായി മാറി. ആ പാട്ടിന് ഇപ്പോഴും പ്രസക്തിയുണ്ട്. കാരണം മുമ്പ് പോറ്റിയെ ക്ഷേത്രത്തിൽ കയറ്റിയത് കീഴ്ശാന്തി എന്ന നിലയ്ക്കാണ്. UDFൻ്റെ കാലത്ത് പോറ്റി കീഴ്ശാന്തിയായി കയറി, പിണറായിൻ്റെ കാലത്ത് പോറ്റി സ്വർണം കാക്കാൻ കയറി. അതാണ് ഇത് തമ്മിലുള്ള വ്യത്യാസം. പിന്നെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, കീഴ്ശാന്തി ദേവസ്വം ബോർഡ് ജീവനക്കാരനല്ല. കീഴ്ശാന്തിക്ക് ശമ്പളം കൊടുക്കുന്നത് മേൽശാന്തിയുടെ വരുമാനത്തു നിന്നും തന്ത്രിയുടെ വരുമാനത്തിൽ നിന്നൊക്കെയാണ് ഒരു പങ്ക് കൊടുക്കുന്നത്. അല്ലാതെ കീഴ്ശാന്തിമാരാരും ദേവസ്വത്തിന് കീഴിലുള്ളവരല്ല. മേൽശാന്തി ഓരോ വർഷവും തിരഞ്ഞെടുക്കപ്പെടുന്ന മേൽശാന്തി, പുറപ്പെടാ ശാന്തി. ഇതാണ് ശബരിമലയുടെ സിസ്റ്റം എന്ന് പറയുന്നത്. പിന്നെ എപ്പോഴും എന്തെങ്കിലും അരുതാത്ത സംഭവങ്ങൾ ഉണ്ടായാൽ, എവിടെയെങ്കിലും തീ പിടിച്ചാൽ, അല്ലെങ്കിൽ ക്ഷേത്രത്തിലെ എന്തെങ്കിലും ദുശൗര്യങ്ങൾ ഉണ്ടായാൽ
അവിടെ പ്രശ്നം വെച്ച് നോക്കും. പ്രശ്നം വെച്ച് നോക്കാൻ അതിനെ പറ്റിയ പ്രശ്നക്കാരുണ്ട്, അത് ഒഴിവ് നോക്കണം. ഇന്നാൾ പ്രശ്നം വെച്ചാലാണ് ശരിയാവുക എന്ന്. അങ്ങനെ പ്രശ്നം വയ്ക്കുമ്പോൾ ചില മാറ്റങ്ങൾ വേണമെന്ന് പറയും. അത് നടപ്പാക്കുന്നത് തന്ത്രിയിലൂടെയാണ്. ഇതിനൊക്കെ ചില നിയമങ്ങളുണ്ട്. ചാനലുകാരല്ല നിയമം ഉണ്ടാക്കേണ്ടത്. ഇതൊക്കെ ഹിന്ദുമത വിശ്വാസമുണ്ട്, ഹിന്ദുമതത്തിന് ആചാരങ്ങളുണ്ട്. അതനുസരിച്ചേ ശബരിമലയിൽ നടന്നിട്ടുള്ളൂ. ഇപ്പോൾ MP കോയിനാർ ദേവസ്വം ബോർഡ് പ്രസിഡൻ്റായിരുന്നപ്പോൾ ചില ദുർനിമിത്തങ്ങൾ കണ്ട കാരണം അന്ന് പ്രശ്നം വെച്ചു. അപ്പോൾ പറഞ്ഞു കൊടിമരം മാറ്റണം. അത് പ്രശ്നവശാൽ കണ്ടതാണ്. അങ്ങനെ കൊടിമരം മാറ്റണം എന്ന് പറഞ്ഞപ്പോൾ കൊടിമരം മാറ്റാനും ചില നിയമങ്ങളുണ്ട്. അതായത് മാറ്റിയ കൊടിമരത്തിലെ മരം ഒരു മനുഷ്യനെ സംസ്കരിക്കുന്ന പോലെ സംസ്കരിക്കണം എന്നാണ് നിയമം. അങ്ങനെ സംസ്കരിക്കുമ്പോൾ മേൽശാന്തിയും തന്ത്രിയൊക്കെ പുല ആചരിക്കുക എന്നുള്ള ചടങ്ങുമുണ്ട്. അതായത് ഒരു വ്യക്തി മരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾ പുല ആചരിക്കുന്ന പോലെ ഈ കൊടിമരത്തിൻ്റെ മരം മാറ്റുമ്പോൾ അതിനും ഈ ചടങ്ങുണ്ട്, ദഹിപ്പിച്ച് പുല ആചരിക്കണം. അപ്പോൾ മരമാണെങ്കിൽ കത്തിച്ച് കളയണം. അതുപോലെ തന്നെ ചിത്രങ്ങളിൽ എന്തെങ്കിലും വര വീണാൽ അത് കടലിലൊഴുക്കണം. ലോഹങ്ങൾ തന്ത്രിമാർക്ക് കൈമാറണം. അങ്ങനെയാണ് വാജിവാഹനം, കുതിരയുടെ രൂപമാണ് അവിടുത്തെ വാജിവാഹനം. അത് തന്ത്രിക്ക് കൊടുത്തു. തന്ത്രി അദ്ദേഹത്തിൻ്റെ വീട്ടിൽ കൊണ്ടുപോയി പൂജിച്ചു. ഇപ്പം പറയുന്നത് എന്തുകൊണ്ട് സ്ട്രോങ് റൂമിലേക്ക് മാറ്റിയില്ല? അങ്ങനെ ഉത്തരവ് ദേവസ്വം ബോർഡ് ഇറക്കിയിരുന്നു. അത്രേ ഇതേ ദേവസ്വം ബോർഡ് തന്നെയാണ് മറ്റു 1-2 ക്ഷേത്രങ്ങളിലെ വാജിവാഹനം തന്ത്രിക്ക് കൊടുക്കണമെന്ന് 2018 ഇറക്കിയിട്ടുണ്ട് ഉത്തരവ്. ഇതിന് സർക്കാരുമായിട്ട് ബന്ധമൊന്നുമില്ല. ഇനി ഞാൻ ചോദിക്കട്ടെ, വാജിവാഹനം സ്ട്രോങ് റൂമിലേക്കാണ് മാറ്റിയതെങ്കിൽ പത്മകുമാർ അടിച്ചുകൊണ്ട് പോവില്ലേ? ഇതിപ്പോൾ തന്ത്രിയുടെ വീട്ടിലായതുകൊണ്ട് പൂജാമുറിയിൽ നിന്ന് കിട്ടി. പിന്നെ കൊടിമരം സ്ട്രോങ് റൂമിൽ വയ്ക്കാൻ പറ്റുമോ? ആചാരനുസരിച്ച് അത് കത്തിച്ച് ദഹിപ്പിച്ച് കളഞ്ഞു. ഇങ്ങനെയൊക്കെയാണ് നിയമം. ഇപ്പം ഞാൻ ചോദിക്കും, ഇത് സ്വർണ്ണക്കൊള്ളയായിട്ട് എന്താ ബന്ധം? സ്വർണം കെട്ടവിള 2019, അതായത് 1998 വിജയമല്യ നൽകിയ 30 കിലോ സ്വർണം ഉപയോഗിച്ച് സ്വർണം പൊതിഞ്ഞ ദ്വാരപാലക ശില്പങ്ങൾ, മുഖ്യ കവാടം, ഗോപുരം എല്ലാം അവിടുത്തെ സ്വർണങ്ങൾ ഇളക്കി മാറ്റി ചെന്നൈയിലേക്ക് കൊണ്ടുപോയി ഉരുക്കി വിറ്റ് കാശാക്കി പകരം ചെമ്പ് വാളികൾ സ്വർണം പൂശി പകരം വെച്ചു. ഇതല്ലേ കേസ്? ഒരു കാര്യം നമുക്ക് അറിയേണ്ടത്, ഈ സ്വർണം എന്ത് ചെയ്തു? പോറ്റി സ്വർണം വിറ്റുവെങ്കിൽ ആ വിറ്റ സ്വർണം എവിടെ? അത് കണ്ടുപിടിക്കണ്ടേ? അയാൾ സ്വർണം വിറ്റു എന്ന് പറഞ്ഞാൽ കോടതിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഇപ്പോൾ ഹൈക്കോടതി ബഹുമാനപ്പെട്ട KPC പ്രസിഡന്റ് ഈ വേദിയിലേക്ക് കടന്നു വരികയാണ്. വർക്കിംഗ് പ്രസിഡന്റുമാരും ഈ വേദിയിലേക്ക് കടന്നു വരിക. ചുരുക്കി പറഞ്ഞാൽ കോടതിയും ചോദിക്കുന്ന ഒരു കാര്യം, ഇളക്കി മാറ്റിയ സ്വർണം എവിടെ? അതാർക്ക് വിറ്റു? ആ വിറ്റ സ്വർണത്തിൻ്റെ ഭാഗങ്ങൾ കണ്ടെടുക്കാൻ കഴിഞ്ഞോ? ഇതൊന്നും ചെയ്യാതെ ചില ചാനലുകൾ ഓരോ ദിവസവും ഉണ്ടാക്കുന്ന കഥകളുടെ പിന്നാലെ പോവുകയാണ്. ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൂടെയുള്ള ചിത്രങ്ങളെക്കുറിച്ച്, ഉണ്ണികൃഷ്ണൻ പോറ്റി കീഴ്ശാന്തി എന്നുള്ള നിലയിൽ പല VIP-കളെയും കണ്ടു കാണും. കാരണം ശബരിമല ശാന്തിയല്ലേ, കീഴ്ശാന്തി എന്നൊന്നും പറയില്ല. VIPസിൻ്റെ ഒക്കെ എടുത്തു പറയും ശബരിമല ശാന്തിയാന്ന് പറയും. സ്വാഭാവിക അപ്പോയിൻമെൻറ്റ് കൊടുക്കും. കാരണം ക്ഷേത്രത്തിലൊരു വലിയൊരു ഇന്ത്യക്ക് പുറത്ത് അറിയപ്പെടുന്നൊരു ക്ഷേത്രമല്ലേ. അവിടുത്തെ ശാന്തിക്കാരൻ വന്ന് അമ്പലത്തിൽ പ്രസാദവും കൊണ്ട് വന്നിട്ടുണ്ട്, അപ്പോയിൻമെൻറ്റ് കൊടുക്കും. അങ്ങനെ പോയിട്ട് സോണിയാഗാന്ധിയെ കണ്ടു. സോണിയാഗാന്ധിയെ കണ്ട് ഒരു ചരട് അവിടുത്തെ അമ്പലത്തിൽ പൂജിച്ച ചരടെന്ന് പറഞ്ഞ് കയ്യിൽ കെട്ടിക്കൊടുത്തു. അതിനാണ് നമ്മുടെ
സംഘിക്കുട്ടിയായിട്ടുള്ള ശിവൻകുട്ടി പറഞ്ഞത് അത് സ്വർണത്തിൻ്റെ നൂലാണ്. ഇയാൾക്ക് സ്വർണവും സാധാരണ ചരടും കണ്ടാൽ തിരിച്ചറിയില്ലേ ഈ സംഘിക്കുട്ടിക്ക്? ഇപ്പോൾ അതുകൊണ്ട് സോണിയാഗാന്ധിയെ ഇതിൽ പെടുത്തി കോൺഗ്രസ്സുകാരെ നിശബ്ദരാക്കാനാണ് ഭാവമെങ്കിൽ അത് ഞങ്ങൾ അംഗീകരിക്കില്ല എന്നുള്ളതിൻ്റെ തെളിവാണ് ഇന്നത്തെ ഇവിടെ കൂടിയിട്ടുള്ള ജനക്കൂട്ടം. അങ്ങനെ ഫോട്ടോ കാണിച്ച് പേടിപ്പിക്കാനൊന്നും നോക്കണ്ട. ഫോട്ടോ പലരുടെ കൂടെയും പല ഫോട്ടോ ഉണ്ടാവും. ഞാനൊക്കെ സാധാരണ ഏത് ചടങ്ങിന് ചെന്നാലും യാത്ര ചെയ്യുമ്പോഴും സെൽഫി എടുക്കട്ടെ എന്ന് ആരെങ്കിലും വന്നാൽ ഞാൻ വേണ്ടാന്ന് പറയാറില്ല. ആരെയൊക്കെ കൂടെ സെൽഫി എടുത്തത് എനിക്ക് തന്നെ അറിയില്ല. ഏതായാലും പോയിട്ട് ഞാനായിട്ട് ഒരുമിച്ച് യാത്ര ചെയ്ത് ഓർമ്മ എനിക്കില്ല. അതുകൊണ്ട് എൻ്റെ കൂടെയുള്ള ഫോട്ടോ ചിലപ്പോൾ കാണില്ല. ഇനി കണ്ടാലും വലിയ കുഴപ്പമൊന്നുമില്ല. കാരണം ഞാൻ എല്ലാവരെയും ഈ സെൽഫി എടുക്കുന്നതോടൊന്നും ഞാൻ വേണ്ടാന്ന് പറയാറില്ല. അത് പുരുഷന്മാരോടും സ്ത്രീകളോടൊപ്പമുള്ള സെൽഫിയൊക്കെ ധാരാളമുണ്ട്. ഇവിടെ ഒരു ഫോട്ടോവിൻ്റെ പേരിൽ അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, മുഖ്യമന്ത്രിയുടെ കൂടെ ഫോട്ടോ ഇല്ലേ? മുഖ്യമന്ത്രിയുടെ കൂടെയുള്ള ഫോട്ടോ ഏതാ? ഒരു ആംബുലൻസിൻ്റെ ഫ്ലാഗ് ഓഫ് ചടങ്ങ്. അവിടെ ഇയാളെന്തിനു വന്നു? ഞാൻ ചോദിക്കട്ടെ, സ്വന്തം സഖാക്കളെ പോലും എടുത്തു നിർത്താത്ത പിണറായി ഇയാളെ എടുത്തു നിർത്തിയുള്ള യാഥാർത്ഥ്യമല്ലേ? അതെന്തിനായിരുന്നു? ഞങ്ങൾ വന്ന് ഫോട്ടോ നോക്കി അറസ്റ്റ് ചെയ്യണം എന്നല്ല. ഇയാൾക്ക് കുറേ ബന്ധങ്ങൾ ഉണ്ടാക്കിയിട്ടാണ്. മേൽശാതി കീഴ്ശാതി എന്നൊക്കെ പറഞ്ഞ് എല്ലായിടത്തും പോയി തട്ടിപ്പ് നടത്തിയിട്ടുണ്ട്. അങ്ങനെയുള്ള സ്വർണം കട്ടെ, അല്ലെങ്കിൽ ദേവന് സ്വർണം വെക്കുക. അപ്പം ഇതൊക്കെ അന്വേഷിച്ച് കുറ്റക്കാരെ കണ്ടുപിടിക്കുന്നതിന് പകരം ഇല്ലാത്ത കേസുകൾ ഉണ്ടാക്കുക. കഴിഞ്ഞ ദിവസം നിയമസഭയിൽ കോൺഗ്രസിൻ്റെ UDF പറഞ്ഞു, കട്ട സ്വർണം എവിടെ? എന്തുകൊണ്ട് കണ്ടുപിടിക്കാൻ പറ്റിയില്ല? സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം പരാജയപ്പെട്ടു. അത് പറഞ്ഞപ്പോൾ പറഞ്ഞെന്താ? സോണിയാഗാന്ധിക്ക് പങ്കുണ്ട്. പറഞ്ഞാരാ? BJP അല്ല. നമ്മൾ മനസ്സിലാക്കണം, ഇന്ന് പല കാര്യങ്ങളിലും BJP മാർക്സിസ്റ്റ് പാർട്ടിയും ഒന്നാണ് എന്നുള്ളതിൻ്റെ തെളിവാണ്. രാജീവ് ചന്ദ്രശേഖരൻ പോലും സോണിയാഗാന്ധി അറസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടില്ല. സോണിയാഗാന്ധിയുടെ വീട് റെയ്ഡ് ചെയ്ത് അറസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞ ഒരേ ഒരാൾ മന്ത്രി ശിവൻകുട്ടി എന്ന സംഘിക്കുട്ടിയാണ്. ആ രീതിയിൽ രണ്ടുപേരും കൂടെ ഒന്നായിരിക്കുന്നു. സ്വർണം കട്ടത് മാർക്സിസ്റ്റ് പാർട്ടിയെങ്കിൽ അതിന് കൂട്ടുനിൽക്കുന്ന പാർട്ടിയായി BJP മാറി. ഇത് രണ്ടും ഒരേ തൂവൽ പക്ഷികളാണ്. അതുകൊണ്ട് ഒരു കാര്യം തറപ്പിച്ച് പറയാം, നിങ്ങൾ ഫോട്ടോ കാണിച്ച് പേടിപ്പിക്കാനൊന്നും നിൽക്കണ്ട. അതിന് പകരം ഈ സ്വർണം കെട്ടത് പുറത്തു കൊണ്ടുവന്നില്ല എങ്കിൽ പോലീസ് ഉദ്യോഗസ്ഥന്മാരോട് ഞങ്ങൾ പറയുന്നു, പിണറായിക്ക് ഇനി 3 മാസം മാത്രമാണ് ആ കസാലിരിക്കാൻ കഴിയുക. അത് കഴിഞ്ഞ് UDF വന്നാൽ ശബരിമല അയ്യപ്പന്റെ സ്വർണം കട്ടവരെ ഞങ്ങൾ അന്നകത്താക്കും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. അപ്പൊ മോഡി വന്നിട്ട് പറയാണ്, ഞങ്ങൾ വന്നിട്ട് അകത്താക്കുന്നത്. എവിടെ ഞങ്ങൾ വരാൻ പോകുന്നത്? ആകെ 4-5 സീറ്റിലാണ് ആകെ ജയിക്കുന്നു പറഞ്ഞിട്ട് A ക്ലാസ് സീറ്റ് എന്ന് പറഞ്ഞ് അവരാണോ കേരളം ഭരിക്കാൻ പോകുന്നത്? ഇവർ വന്ന് 5 കിട്ടാനൊന്നും പോണില്ല. പക്ഷേ ഇനി 5 കിട്ടിയാൽ തന്നെ കേരളം ഭരിക്കും. വന്നിട്ട് പറയാണ്. അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, എന്തുകൊണ്ട് മോഡിക്ക് ഒരു സംസ്ഥാന സർക്കാർ സാമ്പത്തിക ഇടപാടിൽ ക്രമക്കേട് കണ്ട് കേസെടുത്താൽ EDക്ക് ശക്തമായിട്ട് അന്വേഷിക്കാമല്ലോ? ഇപ്പൊ EDയും രജിസ്റ്റർ ചെയ്തിട്ടുണ്ടല്ലോ കേസ്. അങ്ങനെയാണെങ്കിൽ അത് അന്വേഷിക്കട്ടെ. അത് അന്വേഷിക്കാൻ കഴിയുന്നുണ്ടോ? EDയും ആരെ രക്ഷിക്കാൻ വന്നു? ശരിക്കും പറഞ്ഞാൽ കേന്ദ്രത്തിൻ്റെ EDയും കേരളത്തിൻ്റെ KDയും ഒക്കെ ചേർന്ന് സ്വർണം കട്ടവന്മാർ രക്ഷിക്കാനാണ് നോക്കുന്നതെങ്കിൽ അത് ഈ മണ്ണിൽ നടക്കില്ല. ഞാൻ ഒരൊറ്റ കാര്യമേ പറയുന്നുള്ളൂ, ദേവൻ്റെ സ്വർണം കട്ടാൽ അതിന് റിയാക്ഷൻ എന്തായാലും ഉണ്ടാവും. അത് ചെയ്യുന്ന കുറ്റത്തിൻ്റെ തോതനുസരിച്ചിരിക്കും. ചില ആൾക്കാർക്ക് കണ്ണിൻ്റെ കാഴ്ച പോവും, ചില ആളുകൾക്ക് അംഗവൈകല്യം സംഭവിക്കും, ചില ആളുകൾക്ക് ചിത്തഭ്രമം സംഭവിക്കും. ഇപ്പോൾ ഒരു ചെറിയ സംശയം, ഈ മുഖ്യമന്ത്രിയുടെ ഈ അടുത്ത കാലത്തെ കളി കാണുമ്പോൾ ചിത്തഭ്രമം ബാധിച്ചിട്ടുണ്ടോ എന്ന് സംശയമുണ്ട്. അതാണ് ഇപ്പോൾ പറയുന്നതും ചെയ്യുന്നതായിട്ട് ഒരു ബന്ധവുമില്ലാത്ത രീതിയിലാണ് തോന്നുന്ന പോലെ ഓരോന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്.
അതുകൊണ്ട് ഒറ്റ കാര്യം ഞാൻ പറയുന്നു, KPC പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ വേദിയിൽ വന്നു. ഈ കേസിൽ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിൻ്റെ ഇപ്പോഴത്തെ പ്രവർത്തനങ്ങളിൽ ഞങ്ങൾക്ക് സംശയമുണ്ട്. ഇത് സത്യസന്ധമായിട്ട് കാര്യങ്ങൾ മുന്നോട്ട് പോകും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല. കാരണം റിപ്പോർട്ട് ഹൈക്കോടതിക്കാണ് കൊടുക്കേണ്ടതെങ്കിലും ഇവരൊക്കെ തരം പോലെ മുഖ്യമന്ത്രിയെ കണ്ട് കാര്യങ്ങൾ വിശദീകരിക്കുകയും മുഖ്യമന്ത്രി രക്ഷിക്കാനുള്ള മാർഗങ്ങൾ ആലോചിക്കുകയും ചെയ്യും. അതുകൊണ്ടാണ് പറയുന്നത് ഈ SIT പോരാ, കൂടുതൽ ശക്തമായ കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം വേണം. അതുവരെ ഈ സമരവുമായി കോൺഗ്രസ് പാർട്ടി മുന്നോട്ട് പോകും എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഇന്ന് ഈ സമരം വിജയിപ്പിക്കാൻ മുന്നോട്ട് വന്ന ഈ ജില്ലയിലെ മുഴുവൻ കോൺഗ്രസ് പ്രവർത്തകരെ അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും എൻ്റെ വിനീതമായിട്ടുള്ള നമസ്കാരം. ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് ബഹുമാനപ്പെട്ട KPCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് സണ്ണി ജോസഫിനെ ക്ഷണിക്കുന്നു.